മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും തുടക്ക ദിവസം കഴിഞ്ഞാൽ തന്നെ സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാണുന്നു. രണ്ടാം ഭാവാധിപന് ചില പ്രശ്നങ്ങൾ കിടക്കുന്നത് കൊണ്ട് വീട്ടിൽ കലഹമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക്, അതായത് വേണ്ടപ്പെട്ടവർക്ക്, ജീവിത പങ്കാളി അടക്കമുള്ള മക്കളടക്കമുള്ള വേണ്ടപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത കാണുന്നുണ്ട്. അത് ഈ ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാണ് കൂടുതലും കാണുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അത്തരം അസുഖങ്ങൾ ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട് പലയിടത്തും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതായിട്ട് തന്നെ ധരിക്കണം. അതിനുള്ള പ്രതിവിധികൾ നേരത്തെ എടുക്കുന്നത് നല്ലതായിരിക്കും. യാത്ര മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസം. ശേഷം അതിന് വളരെ വലിയ വിജയം കാണുന്നുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ശത്രുതയുണ്ടാവുന്നവർ അത് അവസാനിപ്പിച്ച് തങ്ങളുമായി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹകരണ മനോഭാവത്തോടു കൂടി വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യാത്ര ഗുണകരമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ആഴ്ചയുടെ തുടക്കത്തിലെ 1-2 ദിവസത്തോളം വളരെ മോശമാണെങ്കിലും പിന്നീട് അത് വിജയകരമായിട്ട് മാറുന്നു. ഇത് പ്രവർത്തനങ്ങളിലെ വിജയമായും നമുക്ക് സങ്കല്പിക്കാം. അതുകൊണ്ട് തന്നെ പൊതുവെ പ്രവർത്തന വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നു. അരക്കെട്ടിനോ അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ധാരാളം വെള്ളം കുടിക്കുക, ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ചില ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതേ ഈ ആഴ്ച മിഥുനക്കൂറുകാരെ നേടുന്നുള്ളൂ. പൊതുവെ ഗുണകരമായൊരവസ്ഥ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 8, 9, 10, 11 നല്ല ദിവസങ്ങളാണ്.